everyone, welcome to another video. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വാണ്ടം ജിസ് അഥവാ ക്യൂജിസിന്റെ എല്ലാ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ IT പ്രാക്ടിക്കൽ എക്സാമിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ പ്രാവശ്യത്തെ മോഡലിന് വന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു വെക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് സൺക്ലോക്ക്, HTML, ആനിമേഷൻ, സിൻഫിക്, പൈത്തൺ, ഇങ്ക്സ്കേപ്പ്, അതേപോലെ തിയറി എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ലൈവ് ഉണ്ട്, അത് കാണാൻ മറക്കരുത്. അതും കൂടി കണ്ടുപോയാൽ നിങ്ങൾക്ക് എല്ലാ സംഭവവും തിയറിയും പ്രാക്ടിക്കലും ഫുൾ സെറ്റ് ആയിരിക്കും. കണ്ടിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മക്കളെ നിങ്ങൾക്ക് SLCയിൽ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. കുറച്ച് ദിവസം കൂടെ അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ +1 അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പിന്നെ പറയാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പോൾ ക്വാണ്ടം ജസ്റ്റ് നിങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടഫാണ്, പേടിയാണ്, സംശയമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സിമ്പിൾ ആക്ടിവിറ്റി, ആദ്യത്തൊക്കെ സിമ്പിൾ ആക്ടിവിറ്റിയാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യും, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യും. 4 ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, റിസോഴ്സ് മാപ്പ് നെയിംലി എന്താണ് മുനിസിപ്പൽ മാപ്പ് കോൺട്രിബ്യൂഷൻ ഇസ് ഫൗണ്ട് നമ്മൾ QGIS പ്രോജക്ട്സ് ആണ് ഫയലുണ്ട് എക്സാം ഡോക്യുമെൻറ്റ്സിൽ. ഓക്കെ, ഇത് നമ്മളോട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് 2 രീതിയിൽ ഓപ്പൺ ചെയ്യാം. മക്കളെ എങ്ങനെ 2 രീതിയിൽ ഓപ്പൺ ചെയ്യാം? നിങ്ങളുടെ ആ ഹോമിൽ പോയി നിങ്ങളുടെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ പോയാൽ നിങ്ങൾക്ക് ക്വാണ്ടം ജിസ് പ്രോജക്ട്സ് ആണ്. നിങ്ങൾക്ക് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നേരെ ഓപ്പൺ ആയിക്കോളും. ഒന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ പോയിട്ട് ക്വാണ്ടം ജിസ് ഓപ്പൺ ചെയ്യാം. QGIS ഡെസ്ക്ടോപ്പ് എന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ ഈ പഴയ വെർഷനൊക്കെ ആയിരിക്കും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോജക്റ്റിൽ ഓപ്പൺ കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ. ഓക്കെ, നിങ്ങൾ എക്സാം ഡോക്യുമെൻറ്റ്സിലൂടെ ഓപ്പൺ കൊടുത്തിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? QGIS പ്രോജക്ട്സിൽ മുനിസിപ്പൽ മാപ്പ്. ഓക്കെ, ഏത് ചെയ്താലും എനിക്കൊന്ന് മറ്റേതാണ് സിമ്പിൾ, നേരെ പോയി ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അവിടെയാണ് ലെയർസ് വരുന്നത്. ലെയർ ഉണ്ടാക്കണേ ലെയറിലാണ് വരേണ്ടത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഇത് ടിക്ക് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും, ടിക്ക് ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല എന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് നീക്കാം, അങ്ങനെയൊക്കെ സൂമൊക്കെ ചെയ്യണ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അതൊന്നല്ല ഇമ്പോർട്ടൻ്റ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അത് നമ്മൾ ഓപ്പൺ ചെയ്തു. ക്രിയേറ്റ് എ ലെയർ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെയർ ഉണ്ടാക്കണം. ലെയർ ടൈപ്പ്, ലെയറിൻ്റെ പേരാണ് ഹോസ്പിറ്റൽ. അതൊരു ടൈപ്പ് എന്താണ്? പോയിൻ്റ് ആണ്. ആട്രിബ്യൂട്ട്സ് എന്താണ്? നെയിമും കൊടുക്കണം, ടൈപ്പും കൊടുക്കണം. നെയിമും ടൈപ്പുമാണ് ആട്രിബ്യൂട്ട്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ വെറുതെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റു കേട്ടോ. സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് ഹോസ്പിറ്റൽ ഓൺ ദ മാപ്പ്. ഓക്കെ, അതാണ് ID 1 IMCH ആൻഡ് ടൈപ്പ് ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ്, നമ്മൾ ലെയർ ആണ് ക്രിയേറ്റ്. അപ്പോൾ ലെയറിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ഓപ്ഷൻ ഉണ്ടാവും, പക്ഷേ അതിനെക്കാട്ടും മേലെ ഇവിടെ പോകാം, ലെയറിലേക്ക് പോവുക. ക്രിയേറ്റ് ന്യൂ ലെയർ. ന്യൂ ലെയറിൽ പോകുമ്പോൾ ഷേപ്പ് ഫയൽ ലെയർ ആട്ടോ വേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്? ന്യൂ ഷേപ്പ് ഫയൽ ലെയർ. എൻ്റെ വേർഷൻ ആയതുകൊണ്ട് കുറച്ച് പുതിയത്. നിങ്ങൾക്ക് Ctrl+Shift ഓപ്ഷൻ്റെ അവിടെയുള്ള കാണുന്ന സാധനമാണ് കറക്റ്റ് വരേണ്ടത്. ഓക്കെ, ഇവിടെ മാത്രമേ വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം, എന്തൊക്കെയാണ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് പറഞ്ഞിരിക്കുന്നത് ജോമെട്രി ടൈപ്പ്. ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? മൾട്ടി പോയിൻ്റ് ആൻഡ് ലൈൻ ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പോയിൻ്റ് ആണ് പറഞ്ഞത്, ലെയർ ടൈപ്പ് പോയിൻ്റ് ആണ്. ഓക്കെ, അത് പ്രശ്നമല്ല. ഇവിടെ നമുക്ക് എന്താണ് ഫീൽഡുകൾ, എന്തൊക്കെയാണ് ഫീൽഡുകൾ വേണ്ടത്? നമുക്ക് ഫീൽഡുകൾ വേണ്ടത് ഇവിടെ ടൈപ്പും ഉണ്ട്, ആട്രിബ്യൂട്ട് എന്താണ് നെയിമും ടൈപ്പും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെയിം കൊടുക്കുന്നു. ഓക്കെ, നെയിം ആൻഡ് എന്താണ് അത് കൊടുത്തു, ആഡ് ടു ഫീൽഡ് ലിസ്റ്റ്. ഓക്കെ, ഇവിടെ വേറെ മാറ്റാനില്ല. നെയിം എന്ന് പറയുമ്പോൾ ഇതെന്താണ് ടൈപ്പ് ഇങ്ങനെ തന്നെ വരും. ഇത് ആഡ് ചെയ്തു. അപ്പോൾ ID ഓൾറെഡി ഉണ്ട്, പിന്നെ നെയിം കിട്ടി. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? പിന്നെ നമുക്ക് വേണ്ടത് ടൈപ്പ്. ഓക്കെ, ടൈപ്പും കൊടുത്ത് ആഡ് ടു ഫീൽഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ ഫീൽഡ് ലിസ്റ്റിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്തു. നമ്മൾ നെയിമും ടൈപ്പും. ലെയർ ടൈപ്പ് എന്താണ്? പോയിൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പുതിയ വേർഷനായിട്ട് കുറച്ച് വ്യത്യാസമുള്ള, അപ്പോൾ പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീൽഡുകളൊക്കെ ആഡ് ചെയ്ത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഫയൽ നെയിം, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയല്ല വരേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിന് കൊടുക്കാം. ഹോസ്പിറ്റലിനാണ് ഫയൽ നെയിം വരുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിന് ഇവിടെ ഓപ്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ സേവ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും ഹോസ്പിറ്റൽ വരിക കേട്ടോ. എൻ്റെ കമ്പ്യൂട്ടർ ഒരു സെക്കൻഡ്, ഡു നോട്ട് ഡ്രാഗ് ഗസ്റ്റ്. സോറി, അയ്യോ, ഈ സാധനം എനിക്ക് താഴ്ന്ന് കിട്ടിയാലും എനിക്ക് ബാക്കിയുള്ള നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ താഴെ നിങ്ങൾക്ക് സേവോ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ ഇവിടെ ഫയൽ സേവ് ചെയ്യുക. നിങ്ങളിത് എവിടെ വേണേൽ സേവ് ചെയ്തോ. ഹോസ്പിറ്റലിന് ഇത് നോക്കിയാൽ ഞാൻ ഹോസ്പിറ്റലിനാണ് സേവ് ആവുന്നത്. ഒരു സെക്കൻഡ്, നമ്മൾ ഷേപ്പ് ലെയർ കേട്ടോ, ഹോസ്പിറ്റൽ സേവ് ചെയ്യുന്നു. നിങ്ങളിവിടെ ബ്രൗസ് ചെയ്തിട്ട് ഇവിടെ ഹോസ്പിറ്റലിന് കൊടുത്താലും മതി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ റോൾ നമ്പറോ പേരുമായിട്ടൊന്നും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തു. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ എക്സാം ടൈമിൽ വേണം സേവ് ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിന് സേവ് ചെയ്യുന്നു. ഓക്കെ, ഹോസ്പിറ്റലിന് സേവ് ചെയ്തു. ഇനി എനിക്കിവിടെ താഴെ ഓക്കെ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ഇവിടെ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യട്ടെ. ഇവിടെ ഇവിടെ സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് ഓക്കെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതുണ്ടാക്കി ഇവിടെ ഹോസ്പിറ്റലിന് വന്നു. ഓക്കെ, ഹോസ്പിറ്റലിന് വന്നു. ഇത്രയും സംഭവങ്ങൾ എന്താ? അപ്പോൾ ID വന്നു, നെയിം കൊടുത്തു, IMC ഗവൺമെൻറ്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങളോട് കൊടുക്കാനുണ്ടായിരുന്നു. നമ്മൾ എന്തായിരുന്നു അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഈ കാര്യങ്ങളും കൊടുക്കാനുണ്ട്. ഇനി അതിനെന്താ ചെയ്യണം? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, നമ്മുടെ ക്വസ്റ്റനിലേക്ക് തിരിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റനിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, സെലക്ട് ദിസ് ലെയർ. ഓക്കെ, ഇനി മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഐഡിയും നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ബേസിക്കലി ഹോസ്പിറ്റൽ ലെയറിൽ നമ്മളൊരു സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റൽ കൊടുക്കണം. എവിടെയാണെങ്കിലും കൊടുത്ത കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ID 1 ആയിരിക്കണം, നെയിം IMCH ആയിരിക്കണം, ടൈപ്പ് ഗവൺമെൻറ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് മക്കളെ? ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഹോസ്പിറ്റൽ ലെയർ ഞെക്കിന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇവിടെ കുറേ സാധനങ്ങൾ, ഒരു പെൻസിലുണ്ടോ? പെൻസിലാണ് ടോഗിൾ എഡിറ്റിംഗ്. ഓക്കെ, ടോഗിൾ എഡിറ്റിംഗ് കൊടുക്കുന്നു. അപ്പോൾ കുറേ ഐക്കൺസ് വരും. ഞാൻ ഇവിടെ ഇങ്ങനെ ഇതാ, ഞാനൊരു പോയിന്റ് എടുക്കുന്നു. ഓക്കെ, നമ്മുടെ ആഡ് പോയിന്റ് ഫീച്ചർ കൊടുക്കുന്നു. ഞാൻ ഇതിന്ന് ഇവിടെ എടുക്കുന്നു, ഇവിടെ വല്ലതും കൊടുക്കുന്നു. ഓക്കെ, ഒരു പോയിന്റ് കൊടുക്കുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ ലെയർ ആണ് സെലക്ട് ചെയ്യുക, എന്നാലും ഹോസ്പിറ്റലിൽ വരുള്ളൂ. ഓക്കെ, ID എന്താണ് കൊടുക്കുക പറഞ്ഞത്? ID എനിക്ക് വന്നത് 1, ID 1. നെയിം എന്താണ്? നെയിം IMCH. അയ്യോ ടൈപ്പ് ആവുന്നില്ലല്ലോ. IMCH. ടൈപ്പ് ഗവൺമെൻറ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അടിച്ചു. ഇതാ നമ്മുടെ സംഭവം റെഡി ആയില്ലേ? ഇവിടെ എല്ലാം ആഡ് ആയത്. ഒന്ന് നമ്മുടെ ഹാൻഡ് ടൂൾ എടുത്തേ. ഹാൻഡ് ടൂൾ. ഓക്കെ, നമ്മളിവിടെ എല്ലാം ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ടിക്ക് ഒഴിവാക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്ത സാധനമാണ് അവിടെ ഹോസ്പിറ്റൽ കണ്ടോ വരുന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ അതോടെ ഈ സംഭവം കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളോട് സേവ് ആസാണ് പറഞ്ഞത്. സേവ് ആസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ജിസ് ഫയൽ സേവ് ആസാണ് കൊടുക്കേണ്ടത്. പ്രൊജക്റ്റിലേക്ക് പോവുക, സേവ് ആസ് കൊടുക്കുക. നിങ്ങളുടെ റോൾ നമ്പർ 8086_1 എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ exam10 എന്നുള്ള ഫോൾഡർ. ഓക്കെ, എനിക്ക് അവിടെ അല്ല വരുന്നത്, എനിക്ക് ഇവിടെ സപ്പോർട്ടിംഗ് ഫയൽസിൽ exam10 വരുന്നത്. ഞാനത് സേവ് ആകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫയൽ QGS എന്നാണ് ഫയൽ നെയിം ഒക്കെ ഓർത്ത് വെക്കുക കേട്ടോ. QGIS അല്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു. വളരെ സിമ്പിൾ സാധനം. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകുന്നു. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു. ഓക്കെ, സിമ്പിൾ സാധനം. അടുത്തത് ആക്ടിവിറ്റി 8, റിസോഴ്സ് മാപ്പ് നെയിം മുനിസിപ്പൽ QGIS. ഓക്കെ, മുനിസിപ്പൽ ഇതിൻ്റെ ഞാൻ എന്ത് ചെയ്യാം, ഇതൊന്ന് ക്ലോസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് വിത്തൗട്ട് സേവിങ്. കാരണം ഞാനത് സേവ് ചെയ്യേണ്ട, കാരണം കമ്പ്യൂട്ടറിൻ്റെ ഫയൽ തന്നെ. അപ്പോൾ ഞാൻ മുനിസിപ്പൽ മാപ്പ് ഓപ്പൺ ചെയ്തു. മേക്ക് ദ ഷോപ്പ് ലെയർ ഡിസപ്പിയർ ഫ്രം ദ മാപ്പ്. ചേഞ്ച് ദ വയലറ്റ് കളർ അസൈൻ ടു വാർഡ് 3 റെഡ്. വളരെ സിമ്പിൾ. ഇതെടുക്കുക. നമുക്ക് മക്കളെ ഇവിടെ കുറേ ലെയർസ് കാണാൻ പറ്റും. ഓക്കെ, ഷോപ്പ് ലെയർ കണ്ട ഷോപ്പ് ലെയർ ഒഴിവാക്കി, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഷോപ്പ് ലെയർ ടിക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഹൗസ് വരണം, അത് കഴിഞ്ഞു. ടിക്ക് ഒഴിവാക്കിയാൽ അത് കഴിഞ്ഞു. ലെയർ അവിടെ ഉണ്ട്. ഓക്കെ, എത്രയുള്ള സംഭവം. മേക്ക് ഷോപ്പ് ലെയർ ഡിസപ്പിയർ. അപ്പോൾ ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ ടിക്ക് ഒഴിവാക്കണം. ചേഞ്ച് ദ വയലറ്റ് കളർ അസൈൻ ടു വാർഡ് 3. വാർഡ് 3 എന്ന് പറയുമ്പോൾ ഇവനുണ്ട് വയലറ്റ് കളർ അല്ലേ മക്കളെ, വാർഡ് 3. അവന് നമുക്ക് എന്താണ് റെഡ് ആക്കണം. അതിന് വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നേരെ കളർ വരും. ലെഫ്റ്റ് ക്ലിക്ക് അല്ല കേട്ടോ. അയ്യോ എല്ലാം പോയോ, എല്ലാം ഒന്ന് ടിക്ക് കൊടുക്കട്ടെ. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ വൈറ്റ് കളർ കൊടുക്കും. റെഡ് കളർ ഇങ്ങോട്ടേക്ക് നമ്മുടെ വീല് റെഡ് കളർ കൊടുത്തു, കഴിഞ്ഞു. സേവ് ദിസ് റിസോഴ്സ് മാപ്പ് ആസ് ഇൻ ഇമേജ് ഫയൽ. ഇത് ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യണം. ഓക്കെ, സ്ക്രോൾ ബട്ടൺ നമ്മുടെ മൗസിൽ സ്ക്രോൾ ഉപയോഗിച്ച് ചെറുതാൻ വല്ലോ കേട്ടോ. ഇവന് ഞാൻ പ്രൊജക്റ്റിലിരുന്നു. ഇവിടെ നമുക്ക് ഇമേജ് ആയിട്ട് എക്സ്പോർട്ട് മാപ്പ് ടു ഇമേജ് ആണ് വേണ്ടത്. ഓക്കെ, നമ്മളോട് സേവ് അല്ല പറയാം. അപ്പോൾ ഇമേജ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, സ്കെയിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എക്സ്പോർട്ട് ഉണ്ടോ? ഇല്ല, സേവ് ടു ഒന്നും വേണ്ട. നിങ്ങൾ വെറുതെ ഇത് എക്സ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇമേജ് കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാൻ പോയിട്ട്. ഓക്കെ, ഞാൻ ഡെസ്ക്ടോപ്പിൽ തൽക്കാലം മാപ്പ് 1 വെറുതെ ചെക്ക് ചെയ്യുക. ഓക്കെ, PNG ആയിട്ട് സേവ് ആയിക്കോളും. PNGൻ്റെ ഫുൾ ഫോം ഒന്ന് ചാറ്റിൽ പറഞ്ഞാൽ. ഓക്കെ, ഇതിവിടെ നിൽക്കുന്ന ഫയൽ ഓപ്പൺ ആവും. മാപ്പ് 1 കണ്ട ഓക്കെ ആണെങ്കിൽ സെറ്റ്. ഓക്കെ, എനിക്ക് നമ്മുടെ സ്ക്രീൻ എത്ര വലുതാക്കി വെക്കുന്ന എത്ര. അപ്പോൾ നിങ്ങൾ ഈ സൂം ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് കറക്റ്റ് വെച്ചാൽ ഓവർ വലുതായാലും ചെറുതായാലും സീനൊന്നുമില്ല. ഓക്കെ, ഇവിടെ സൂമൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഇവിടെ ഇങ്ങോട്ടൊന്ന്. ഓക്കെ, ഇത് മതി, പ്രിൻറ്റ് ചെയ്തോ, കഴിഞ്ഞു. ഓക്കെ, സേവ് ആയിട്ട് ഫയലാണോ ഇമേജ് ആണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, സെറ്റ് പ്രൊജക്റ്റിൽ സേവ് ആസ് ഇൻ ഇമേജ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ കുറച്ച് പുതിയ വേർഷനാണ്. അപ്പോൾ അത് കുറച്ച് വ്യത്യാസം. നിങ്ങൾക്ക് ഇവിടെ സേവ് ആസ് ഇമേജ് എന്ന് വരും. ഓക്കെ, ഇവിടെ സേവ് ആസ് നിങ്ങൾക്ക് ഇവിടെ QGIS പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ അടുത്തേക്ക് വരും. ഓക്കെ, ഇനി 2 കൂടെ ഉണ്ട്. സെയിം പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഈ പ്രൊജക്റ്റ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം, കാരണം നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. ഓക്കെ, നമ്മൾ വീണ്ടും മുനിസിപ്പൽ മാപ്പ് എടുക്കുന്നു. അതിൻ്റെ ബേസിക്കലി ഉപയോഗിക്കുന്നത് ഓപ്പൺ ദിസ് ഫയൽ ഇൻ QGIS. ഓക്കെ, ഓപ്പൺ ദിസ് ഫയൽ ഇൻ QGIS. പ്രിപ്പയർ മാപ്പ് ഇൻ SVG ഫോർമാറ്റ് ആണ് ചെയ്യുന്നത്. യൂസിങ് ന്യൂ പ്രിൻറ്റ് കമ്പോസർ വിത്ത് മെയിൻ റോഡ് ആൻഡ് ഹൗസ് ലെയർസ് വിസിബിൾ ഓൺ ദ മാപ്പ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻക്ലൂഡ് ദ മാപ്പ്. അപ്പം ബേസിക്കലി ന്യൂ പ്രിൻറ്റ് കമ്പോസർ എവിടെയാണ് വേണം, ആഡ് ന്യൂ മാപ്പ് ടൂളൊക്കെ വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ പ്രൊജക്റ്റിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഇവിടെ ന്യൂ പ്രിൻറ്റ് കമ്പോസർ എന്ന് വരും. എൻ്റെ ഇത് പുതിയതായതുകൊണ്ട് കമ്പോസർ എന്ന് വരുന്നില്ല, Ctrl+P ആണ്, പ്രിൻറ്റിൻ്റെ സാധനമാണ് വരേണ്ടത്. ഓക്കെ, അത് വരുന്നു. നിങ്ങൾ പേരൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് കിട്ടി. ഇനി ഇതിൽ നിങ്ങൾക്ക് കുറേ ടൂൾസ് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഓരോന്നിൻ്റെ പേര് വേണം നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഈ 2D കണ്ടോ, 2D മാപ്പ് ഉണ്ട്. കൈ ഇവിടെ വെച്ചോ. ഇപ്പോൾ കുറച്ച് നേരം ആഡ് മാപ്പിൽ ഇവിടെ നിങ്ങളൊന്ന് ലെയർ ഒന്ന് വലിച്ച ഒരു ബോക്സ് ഉണ്ടാക്കി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ഈ സാധനം കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാപ്പ് കിട്ടി. ഓക്കെ,
ഇത്രയും സംഭവം കിട്ടി. ഓക്കെ, ആഡ് ന്യൂ മാപ്പ് ടൂൾ എടുത്തു. എന്നിട്ട് എന്താണ് മുനിസിപ്പൽ, ഗിവ് ദ ടൈറ്റിൽ ആസ് മുനിസിപ്പൽ മാപ്പ് യൂസിങ് ലേബിൾ ടൂൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ലേബിൾ ടൂൾ എവിടെയാണ്? ഇതല്ല ടെക്സ്റ്റ്, അതാ ലേബിൾ ടൂൾ കേട്ടോ. അന്ന് നോക്കിയാൽ ലേബിൾ ടൂൾ കൊടുത്തു. ഓക്കെ, ലേബിൾ ടൂൾ കൊടുത്തു. ലേബിൾ ടൂൾ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവനെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യുന്നില്ലേ? എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഐറ്റം പ്രോപ്പർട്ടീസ് പോയതാ. നിങ്ങൾക്ക് ഇവിടെ ഐറ്റം പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. ഞാൻ എന്താണ് നമുക്ക് പേരെന്തായിരുന്നു? മുനിസിപ്പൽ മാപ്പ് കൊടുത്തു. പക്ഷെ സൈസും ഇതൊന്നും വലുപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഫോണ്ട് താഴെ അപ്പിയറൻസിൽ ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലേ ഔട്ടിൽ വലുതാക്കിയിട്ട് കാര്യമില്ല. ഗ്രിഡ് സ്പേസിങ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഫോണ്ടില്ല, നമുക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഫോണ്ട് കളർ, ഫോണ്ട് സൈസ് ഇവിടെ പോയി പൊസിഷൻ ആൻഡ് സൈസ് ആ സൈസിലുണ്ടാവും. നമുക്ക് ഇവൻ്റെ സൈസ് ഇവിടുന്ന് കൂട്ടണം, വേറൊന്നും ഇല്ലേ? ഓക്കെ, ഇത് പെട്ടീൻ്റെ ആണെന്ന് തോന്നുന്നു. പെട്ടീൻ്റെ അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാം? ഞാൻ നിങ്ങളെ പോലെ ഫിഗർ ഔട്ട് ചെയ്യാം കേട്ടോ. ഗൈഡ്സ് ലേ ഔട്ട് 5 പിക്സൽ പോരാ. ഒരു മിനിറ്റ്, സെക്കൻഡ് വെയിറ്റ്, ഐ വിൽ ഫിഗർ ഔട്ട്. ഓക്കെ മക്കൾസ്, ഐ ഹവ് ഫിഗർഡ് ഇറ്റ് ഔട്ട്. ഇവിടെ ഫോണ്ട് നിൽക്കുക. ഫോണ്ട് നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉബുണ്ടു റെഗുലറോ ബോൾഡോ എല്ലാം ആയിക്കോ, അത് ഇഷ്ടമുള്ള ആയിക്കോ. വെറുതെ സാധാരണ ബോൾഡ് വല്ലതും ഉണ്ടാവും. മോണോ ബോൾഡാക്കുക, സൈസ് ഇവിടുന്ന് കൂട്ടാം. അതാ കഴിയും, സിമ്പിൾ. ഇത്ര സൈസാക്കി വെച്ചാൽ വൃത്തിയായി. ഓക്കെ, എന്നിട്ട് ഈ പെട്ടി ഒന്ന് വലുതാക്കിയാണ്, പെട്ടി വെറുതെ വലിച്ച് വലുതാക്കി. ഓക്കെ, മുനിസിപ്പൽ മാപ്പ് ഇപ്പോൾ കാണുമ്പോൾ രസമുണ്ട്, ഒരു മെനയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. മുനിസിപ്പൽ മാപ്പ് എന്നുള്ള ലേബിൾ നമ്മൾ കൊടുത്തു. എന്താണ് ആഡ് ന്യൂ ലെജൻഡ് എവിടെ മക്കളെ? ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കുക ലെജൻഡ്. ഓക്കെ, ലെജൻഡ് ആഡ് ചെയ്യുന്നു, പരിപാടി കഴിഞ്ഞു. ഓക്കെ, അവിടെ നമ്മൾ നെക്ക് അല്ല ചെയ്യേണ്ടത്, വലിച്ചിടണം. ഓക്കെ, വലിച്ചിട്ടാൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, വലിച്ചിട്ടാൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത്രയും സംഭവങ്ങൾ ചെയ്തു. ഇനി നിങ്ങളോട് പറഞ്ഞത് ഇത് SVG ഫയലായിട്ട് എക്സ്പോർട്ട് ആസ് SVG. നമ്മുടെ ഈ കമ്പോസറിനാണ് SVG ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ലേ ഔട്ടിൽ പോവുക, എക്സ്പോർട്ട് ആസ് SVGൻ്റെ ഫുൾ ഫോം എന്താണെന്ന് കമൻറ്റ് ചെയ്തേ. പക്ഷെ അതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ട് മക്കളെ. ഞാൻ ഈ ക്വസ്റ്റനിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളോട് മെയിൻ റോഡും ഹൗസ് ലെയർസും വിസിബിൾ ആക്കിയിട്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ മെയിൻ റോഡ് ഹൗസ് ഞാൻ ഇത് കണ്ടിട്ടും കൂടി എപ്പോഴും ആലോചിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് ഹൗസ് വിസിബിൾ അല്ല, ഹൗസിന് ടിക്ക് കൊടുക്കുന്നു, ഹൗസ് വിസിബിളായി. മെയിൻ റോഡ് ആക്കി, ആ മെയിൻ റോഡ് വിസിബിളായി. ഇനി നമുക്ക് എന്താ വേഗം ഒന്ന് ഇപ്പോൾ സെയിം സാധനങ്ങൾ ചെയ്തത്. നമ്മൾ ന്യൂ പ്രിൻറ്റ് കമ്പോസർ കൊടുത്തു, ഓക്കെ കൊടുത്തു. നമ്മളെന്താണ് ഇവിടെ വേഗം അതിന് ശരിക്കും പറഞ്ഞാൽ പേര് കൊടുക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, ന്യൂ പ്രിൻറ്റ് ലേ ഔട്ട് നമുക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത്? ന്യൂ പ്രിൻറ്റ് കമ്പോസറിൽ നെയിംലി ബ്ലബിൾ ഇവിടെ എന്താണ് കൊടുത്തത്? വിത്ത് മെയിൻ റോഡ് ആൻഡ് ലേയേഴ്സ് വിസിബിൾ, ഗിവ് ദ ടൈറ്റിൽ. ഓക്കെ, അത് ഒന്ന് അവിടെ ഒന്ന് കൊടുക്കുക, ടൈറ്റിലായിട്ട് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ 2D മാപ്പ് വേഗം ആഡ് ചെയ്യുന്നു. ഓക്കെ, 2D മാപ്പ് ആഡ് ചെയ്യുന്നു, ലേബിൾ ആഡ് ചെയ്യുന്നു. ലേബിൾ എന്താണ്? മുനിസിപ്പൽ മാപ്പ്. അതിവിടെ വന്നിട്ട് മാറ്റുന്നു, മുനിസിപ്പൽ മാപ്പ്. ഓക്കെ, ഫോണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഫോണ്ട് നിൽക്കുന്നു, ഒരു കണ്ടൻസ്ഡ് ബോൾഡാക്കുന്നു, കുറച്ച് വലുതാക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ പെട്ടി ഒന്ന് വലുതാക്കിയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഫോണ്ട് വേണമെങ്കിൽ ഇത് വേണ്ട, വേറെ എന്തെങ്കിലും ഫോണ്ടാക്കാം, മോണോ ബോൾഡാക്കാം. ഓക്കെ, മുനിസിപ്പൽ അല്ല, മുനിസിപ്പൽ മാപ്പ്. അപ്പോൾ നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയി. ഓക്കെ, ഇനി എന്താണ് വെച്ചാൽ ലെജൻഡൊക്കെ അവിടെ നിന്ന് വലിച്ചിടുക, കഴിഞ്ഞു. ഓക്കെ, ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ഇനി ഇവനെ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ആസ് SVG ഇമേജ്. നിങ്ങൾ എക്സ്പോർട്ട് ആസ് SVG. ഓക്കെ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത വേർഷനിൽ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ എക്സ്പോർട്ട് ആസ് SVG കൊടുക്കുക, നിങ്ങളുടെ റോൾ നമ്പർ _ നമ്പർ. ഓക്കെ, അത് ചെയ്താൽ കഴിഞ്ഞു. SVG എന്ന് പറയുമ്പോൾ സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്. ഓക്കെ, അത്രയും കഴിഞ്ഞു. അതോടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, നിങ്ങളിത് സേവ് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം നിങ്ങളോട് ഇത് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ SVG ആയിട്ട് സേവ് ചെയ്യാം. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ലെജൻഡ് ആഡ് ചെയ്യാൻ മറക്കരുത്, ഇത് ചെയ്യാൻ മറക്കരുത്. ന്യൂ പ്രിൻറ്റ് കമ്പോസർ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, ഇവനെ ഓപ്പൺ ചെയ്യാം. എന്താ പറഞ്ഞത്? ക്രിയേറ്റ് ലെയർ. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ, അതോടെ കഴിഞ്ഞു. ഓക്കെ, ഇത്രയുള്ള സംഭവങ്ങൾ. ചിലപ്പോൾ നിങ്ങളോട് പറയും എന്താണ് ഇത് ഡിസപ്പിയർ ആക്കാൻ പറയും, വാർഡ് 3 മാറ്റാൻ പറയും, കളർ ഇടാൻ പറയും, മുനിസിപ്പാലിറ്റി ഓഫ് ആക്കാൻ പറയും. ഇത്രയൊക്കെയുള്ള സംഭവങ്ങൾ ലെയേഴ്സിൽ വരെ സംഭവങ്ങൾ ചെയ്യാം. ഓക്കെ, എപ്പോഴും ലെയർ വരുമ്പോൾ ക്രിയേറ്റ് ന്യൂ ഷേപ്പ് ഫയൽ ലെയർ ആണ് വേണ്ടത്. അതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ നിങ്ങൾക്ക് QGIS ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, കളർ മാറ്റാനുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്താൽ അല്ലേ. ഇത്രേ ഉള്ള സംഭവം QGIS. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണം, വേഗം അഡ്മിഷൻ എടുക്കാൻ മക്കൾ +1. പിന്നെ അടുത്ത വീഡിയോസ് ചെയ്ത് കാണുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ.